ബോബി, ഇതെന്നാ ഈ ഇലഞ്ഞിമരച്ചോട്ടി നിൽക്കുന്നേ? ഞാൻ ഈ തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടി വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുവായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഷീറ്റേന്ന് വരുന്ന ചൂട് കൊണ്ട് എനിക്ക് എന്റെ കണ്ണ് നീറാൻ തുടങ്ങിയപ്പം ഞാൻ ഈ ഇലഞ്ഞിമരത്തിന്റെ ചൂട്ടിലേക്ക് ഇങ്ങനെ മാറിയതാണ്. നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പ്. അപ്പൊ ഒരു 25 ഡിഗ്രി കൂടുതൽ ചൂട് ഇതിന്റെ ചൂടിലില്ല. ഒരു എ സിക്കകത്ത് നിൽക്കുന്ന പോലെ, ഒരു എ സിക്കകത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത്. ഇലഞ്ഞിമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസം ഇലയുണ്ട് ഇതിന്, അല്ലേ? അല്ല, ഇലഞ്ഞിമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നിത്യഹരിതമാണ്. വെച്ചാൽ 12 മാസവും ഇത് നോക്കുമ്പം ഈ ചവറ് നിറഞ്ഞു നിൽക്കുന്ന, തണലേകുന്ന, ഇത് പൊഴിയുന്നതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നില്ല. എപ്പോഴാണ് ഇത് ഇല പൊഴിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പൊ അത്രയും ഇടതൂർന്ന് നിൽക്കുക ഇലയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു സൂര്യന്റെ ഒരു ചെറിയ കിരണം വരെ നമ്മുടെ ദേഹത്ത് പതിക്കില്ല അതിന്റെ ചൂടിലിരുന്നാല്. അപ്പൊ അത്ര ആശ്വാസകരമാണ്. അപ്പം ഇത് പൂക്കുന്ന കാലത്ത് ഭയങ്കര ആനന്ദം ഉണ്ടാകും. പ്രണയപുഷ്പങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്, ഇലഞ്ഞിപ്പൂ. അത് എല്ലാം ഒരേ സമയത്താ പൂക്കുന്നത് അല്ലേ? ഇതിന്റെ പൂക്കളെല്ലാം ഒരേ സമയത്താ. അപ്പൊ ഒരു ഫെബ്രുവരി, അതായത് വേനൽക്കാലം ആരംഭിക്കുമ്പോഴാണ് ഇത് സാധാരണ പൂക്കുന്നത്. ഒരു ഏപ്രിൽ മെയ്യോട് കൂടി ഇത് തീരുന്നതാണ് പതിവ് നമ്മുടെ ഈ നാട്ടുമൃഗങ്ങളിലൊക്കെ. ഇലഞ്ഞിമരത്തിന്റെ കായോ പോവല്ലോ ആയുർവേദ മരുന്നായിട്ടോ വല്ലോ ഉപയോഗിക്കുന്നുണ്ടോ? ഇലഞ്ഞിമരത്തിന്റെ കായ, ഇല, തൊലി, വേര് ഇവയെല്ലാം ആയുർവേദ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സംഗതികളാണ്. പിന്നെ വേറെ എന്നാ പ്രത്യേകതയുള്ളേ? പിന്നെ ഈ മരത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പേകുന്ന പശ്ചാത്തലം, ഈ വൃക്ഷത്തലപ്പുകൾക്കിടയിൽ ഇവിടെ പക്ഷികൾ കൂട് കൂട്ടാനും ഉപയോഗിക്കുന്നത്. അല്ലെ അത് ആ മുകളിലേക്ക് നോക്കി, അതപ്പോ ക്രൗഞ്ചം ഇതിനെ പക്ഷികളുടെ കൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, 2 കൂടുകളുണ്ട് അവിടെ. 2 കൂടുകൾ. അതെ അതെ അതെ. വളരെ, അതായത് പക്ഷികൾക്ക് കൂട് കൂട്ടാൻ ഒരു പ്രധാന പക്ഷികളുടെ ഒരു ആവാസ മേഖലയാണ് അല്ലേ? ആവാസ മേഖല എന്ന് പറഞ്ഞാൽ ഇത്രയും ഇലകൾ ഇങ്ങനെ ഇടതോർന്ന് നിൽക്കുന്നതുകൊണ്ട് തണുപ്പുണ്ട്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ ചൂടൊക്കെയില്ല. അപ്പൊ വളരെ സ്വസ്ഥമായിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഈ ഇലഞ്ഞിമരം നമുക്ക് നൽകും, ഈ പക്ഷികൾക്ക് നൽകുന്നു. അതായത് മനുഷ്യനൊപ്പം പക്ഷികൾക്കും ഒരു സങ്കേതമാണ്. അതെ, മനുഷ്യനൊപ്പം ആശ്വാസമാകുന്ന ഒരു മരമാണ് ചൂടിൽ നിന്ന്. അപ്പൊ പക്ഷികൾക്കും ആശ്വാസം നൽകുന്നു. അപ്പൊ അവര് കൂടുകൂട്ടി കുഞ്ഞുങ്ങളെ വിരിയിച്ച് യഥേഷ്ടം പറന്നു പോകും.